ഇന്നലെ നമ്മൾ കസാര നിസ്കാരവുമായി ബന്ധപ്പെട്ട മസലകളാണ് പറഞ്ഞിരുന്നത്. നിസ്കാരത്തിന്റെ ഫർളാണ് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നാണ്. നിസ്കാരത്തിന്റെ 14 ഫർളുകൾ നിസ്കാരത്തിനുണ്ട്. അതിലെ സുപ്രധാനമായ ഒരു ഫർളാണ് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക. ഫർള് ഒഴിവായാൽ നിസ്കാരം ബാത്തിലാണ്. ഫർള് ഒഴിവായാൽ നിസ്കാരം ബാത്തിലാണ്. നിസ്കാരം ശരിയാവില്ല, എന്ത് ചെയ്തിട്ടുള്ള കാര്യമില്ല. അപ്പൊ നിൽക്കാൻ കഴിവുള്ള ആൾ നടന്നു വരിക, ഓടി വരിക, നിൽക്കുക. ഈ കഴിവുള്ള ആൾ ഇരുന്ന് നിസ്കരിച്ചാൽ അയാളെ നിസ്കാരം ശരിയാവില്ല, ബാത്തിലാണ്. കാരണം ഫർള് ഒഴിവായി, നിസ്കാരത്തിന്റെ ഫർള് ഒഴിവായി. പിന്നെ ഈ ഇരുന്ന് കസാരത്തിൽ ഇരുന്ന് നിസ്കരിക്കുന്നത് എന്തിനാണെന്നറിയോ? നിൽക്കാൻ കഴിയാറ്റൊന്നല്ല, കഴിയാറ്റല്ല. കസാരത്തിൽ ഇരുന്ന് നിസ്കരിക്കണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുജൂദിൽ മുട്ട് മടങ്ങൂല, അതിനാണ് ഈ കസാര ഉള്ളത്. സുജൂദിലേക്ക് മുട്ട് മടങ്ങാത്ത ആള് ഇരുന്നിട്ട് സുജൂദ് ചെയ്യാം എന്ന് ഒരു കിതാബിലുമില്ല. ഇരുന്നിട്ട് സുജൂദ് ചെയ്യാന്ന് അങ്ങനെ അവിടെ ഇല്ല. എന്താ ഇരുന്നിട്ട് സുജൂദ്? ഇരുന്നിട്ട് റുക്കൂ ചെയ്യാം, ഇരുന്നിട്ട് സുജൂദ് ചെയ്യാം, അത് എവിടെ ഇല്ല. അത് ഇരുന്ന് നിസ്കരിക്കണവർക്കാണ്, നിന്ന് നിസ്കരിക്കണവർക്ക് അതിലില്ല. അപ്പൊ നിൽക്കാൻ കഴിവുള്ള ആള് നിന്നിട്ട് തന്നെ നിസ്കരിക്കാം. ഇനി അയാള് സുജൂദ് എങ്ങനെ ചെയ്യാം? നിന്നിട്ട് ചെയ്യണം. നിൽക്കാൻ അയാൾക്ക് കഴിയുമല്ലോ, ഇരിക്കാനല്ലേ ചെയ്യാൻ പറ്റായുള്ളൂ. അയാൾക്ക് നിൽക്കാൻ പറ്റൂ. കൈ കെട്ടിയിട്ട് ഫാത്തിഹ ഓതുന്നുണ്ട്, സൂറത്ത് ഓതുന്നുണ്ട് നിന്നിട്ട്. എന്നിട്ട് പിന്നെ അയാൾ കസാരമേ ഇരിക്കുകയാണ് റുക്കുവിന് വേണ്ടിയിട്ട്, സുജൂദിന് വേണ്ടിയിട്ട് കസാരമേ ഇരിക്കണം. അതിന്റെ ആവശ്യമില്ല. നിന്നിട്ട് റുക്കു ചെയ്യാം, നിന്നിട്ട് സുജൂദ് ചെയ്യാം. എന്തിനാ കസാരമേ? അങ്ങനെ വേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് നിസ്കരിച്ച് 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 കാലില് നീര് വന്ന് പൊട്ടി ഒലിച്ചു. നിന്ന് നിസ്കരിച്ച് നിന്ന് നിസ്കരിച്ച് നിന്ന് നിസ്കരിച്ച് എന്നിട്ടും ഇരുന്നിന. സുന്നത്ത് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ള ആൾക്ക് ഇരിക്കാം. നിൽക്കാൻ കഴിവുള്ള നല്ല ആരോഗ്യമുള്ള ആൾ തന്നെയാണെങ്കിൽ പോലും നിൽക്കാൻ കഴിവുള്ള ആളാണ്, അയാൾക്ക് ഇരുന്ന് നിസ്കരിക്കാം, സുന്നത്ത് നിസ്കരിക്കും. നിങ്ങൾ നിന്ന് രാത്രി നിന്ന് നിസ്കരിച്ച് രാത്രി എന്ത് നിസ്കാരം? ഇശാ കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം പറഞ്ഞില്ലല്ലോ, സുന്നത്തല്ലേ. അപ്പൊ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നിന്ന് നിസ്കരിച്ചിട്ട് കാലുമ്പോ നീര് വന്ന് നീര് പൊട്ടി ഒഴിക്കുക. എന്നിട്ടൊന്നും ഇരുന്നില്ല. അപ്പൊ നിന്ന് നിസ്കരിക്കണേന്റെ പവർ ഒരു ഇരുന്ന് നിസ്കരിക്കണേലും കിട്ടൂല, ആ കൂലി കിട്ടൂല. അപ്പൊ പരമാവധി മാത്രമല്ല, നമ്മൾ ഒരുപാട് മഹാന്മാരെ കണ്ടിട്ടില്ലേ? മഹാന്മാരാരെങ്കിലും കസാലയിൽ ഇരുന്ന് നിസ്കരിക്കണം. നമ്മൾ കന്യാസ്ഥാനെ കണ്ടു കഴിഞ്ഞാൽ, ശംസുലനെ കണ്ടു കഴിഞ്ഞാൽ, വയകുട്ടിസ്ഥാനെ കണ്ടു, കാളപ്പാടിസ്ഥാനെ കണ്ടു, ചെറുശ്ശേരി സ്ഥാനെ കണ്ടു. ഇവരാരും കസാലയിൽ ഇരുന്ന് നിസ്കരിച്ചിട്ടില്ല. വയകുട്ടിസ്ഥാന് നിലത്തി ഇരുന്നിട്ടാണ് നിസ്കരിക്കുക, സുന്നത്ത് നിസ്കരിക്കുക. ഫർള് നിന്നിട്ട് തന്നെ നിസ്കരിക്കും. അവസാനത്തെ വഖത്തും മരിക്കണേന്റെ തൊട്ട് മുന്നത്തെ നിസ്കാരം നിന്നിട്ട് തന്നെ നിസ്കരിച്ചു വയകുട്ടിസ്ഥാൻ. നമ്മൾ കണ്ടാണല്ലേ വയകുട്ടിസ്ഥാൻ, നമ്മളെല്ലാവരും കണ്ടല്ലേ വയകുട്ടിസ്ഥാൻ. അപ്പൊ നമ്മൾ കണ്ട മഹാന്മാരൊന്നും ഇങ്ങനെ കസാലയിൽ നിസ്കരിച്ചിട്ടില്ല. പിന്നെ പള്ളികളൊക്കെ ഓഡിറ്റോറിയായി മാറി, വെറും കസാല. വയ്ക്കുന്നവരും വയ്യാത്തവരും ഒക്കെ കസാലയിൽ. എന്നാ നീ കസാല കിട്ടിയില്ലെങ്കിലോ? കസാല കളി കയറ്റി കഴിഞ്ഞു, കസാല കിട്ടിയില്ല. ഈ കസാലയിൽ ഇരുന്ന് നിസ്കരിക്കണം, പലരോ നിലത്തിരുന്ന് നിസ്കരിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കസാല കിട്ടണില്ല. ഒരു നോക്കുമ്പോ കസാല കഴിഞ്ഞില്ല, കസാല കിട്ടിയില്ല. കസാല കിട്ടാത്തപ്പോ കസാലയിൽ ഇരുന്ന് നിസ്കരിച്ചിരുന്ന ആ മനുഷ്യന്മാരല്ലേ നമ്മൾ കേൾക്കുമ്പോൾ കേൾക്കുന്നത്. അബദ്ധ വെറുതെ ഒരു വിജയിപ്പ് നിൽക്കാനാക്കിക്കാണ്, ഒരു ആഡംബരത്തിന്റെ നിസ്കാരാക്കിക്കാം. മറ്റായിട്ടും മയ്യായിട്ടൊന്നും അല്ല.
കളിച്ച് കളിച്ച് ഇപ്പൊ എന്തോടാ കളി, കാലം കൊണ്ടും കളിയ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാന് മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഇതേപോലെ ഒരു തറാവീഹിന് ശേഷം കസാലസ്കാരത്തിന്റെ മസ്കരാണ് പറഞ്ഞു. അപ്പൊ അന്ന് നല്ല സ്ട്രോങ് സെക്രട്ടറിയാണ്, ചെറുപ്പക്കാരനാണ് മാനേജിംഗ് സെക്രട്ടറി, സ്ട്രോങ്. തറാവീഹിനൊക്കെ നല്ല തത്വമുള്ള നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. വയറുന്ന കയ്യിലേക്ക് എല്ലാവരും കസാല എടുത്ത് വലിച്ചോട്ടോ. സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു കസാലയും നമ്മളെ പള്ളിയിൽ വേണ്ടാന്ന്. കസാലയിൽ ഇരുന്ന് നിസ്കരിച്ചിരുന്ന മനുഷ്യന്മാരെ മുഴുവൻ പിറ്റേ ദിവസം നേരം വെച്ച് സുബൈക്ക് വന്നിട്ട് നരപോലെ ഒക്കെയിരിക്കണം. ഒരു കുഴപ്പമില്ല, കസാല വെച്ചവന് ഒരു അറിഞ്ഞിട്ടില്ല. ഒരു തറാവീഹിന് പങ്കെടുത്തവരാണ്. ഒരു പിന്നെ സുബൈക്ക വരുന്നത്, സുബൈക്ക് വന്നിട്ട് കസാല നോക്കുമ്പോ കസാല കാണാനില്ല. ഒരു നേരം പോലെ നമ്മളെ പെരുമാരെ നിസ്കരിച്ചു എല്ലാവരും, ഒരു കുഴപ്പമില്ല. അപ്പൊ ഒരു സുഖത്തിന്റെ നിസ്കാരമാക്കി മാറ്റിക്കാം, ഒരു സൗകര്യത്തിന്റെ നിസ്കാരമാക്കി മാറ്റിക്കാം കസാല നിസ്കാരം. അങ്ങനെ വെറുതെ ഒരു കാട്ടിക്കൂട്ടിയൊരു കാര്യമില്ലല്ലോ. പഠിച്ചോം സ്വീകരിക്കാൻ നിൽക്കാൻ കഴിവുള്ള ആൾ നിൽക്കാൻ. എനിക്ക് നിൽക്കാൻ കഴിയും, എനിക്ക് സുജൂദിക്ക് കാലമുട്ട് മടങ്ങണില്ല, ഞാൻ നിന്നിട്ട് ഉറപ്പോഴും സുജൂദം ചെയ്യണം. അതിനെ എന്തിനെ ഇരിക്കണം, അതാണ് എന്റെ മസ്കര. അപ്പൊ അത് ശ്രദ്ധിക്കണം, നല്ലതാണ്. സമസ്തന്റെ ഒരു പിന്നെ ഖജാൻജി ഉണ്ടായിരുന്നു, പാവന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ. അവിടുത്തെ തറച്ച് ഉയർത്തിക്കൊണ്ടു, വലിയ മഹാനായിരുന്നു. ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, കൈ പൊടിച്ച് മുത്താനും ധാരിപ്പിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. വലിയ മഹാൻ. അവസാനം മരിക്കണേന് തൊട്ട് മുന്നത്തെ നേരം എടുത്തിട്ട് മരിക്കുക. അന്ന് വൈകുന്നേരം പെണ്ണുങ്ങളോട് പറയാം, എടിയെ ഇന്നൊന്ന് കുളിപ്പിച്ചാട്ടുന്നു. വൈകുന്നേരം പറയാം, എടിയെ രാത്രി കിടക്കാൻ നേരത്തെ പറയാം, എടിയെ ഇന്നൊന്ന് കുളിപ്പിച്ചാട്ട്. ഇനി എനിക്ക് ഇന്നെ കുളിപ്പിച്ചു തരാൻ പറ്റിയില്ലെങ്കിലോ കുളിപ്പിച്ചു കൊടുക്കുക. നല്ല സോപ്പിട്ട് കുളിപ്പിച്ചാട്ട്, നല്ല വരച്ച് കുളിപ്പിച്ചാട്ട്. കുളിപ്പിക്കുമ്പോ ഭാര്യനോട് പറയാം, നാളെ എന്നെ കുളിപ്പിക്കുന്നവർക്ക് ഇറങ്ങാറില്ലാതിരിക്കാന് നല്ല വരച്ച് ചളി കളഞ്ഞു കുളിപ്പിച്ചാട്ട്. നാളെ എന്നെ കുളിപ്പിക്കുന്നവർക്ക് ഇടങ്ങേറില്ലാതിരിക്കാൻ ഇപ്പൊ നന്നായിട്ട് നല്ല സോപ്പ് ഉപയോഗിച്ചൊന്ന് കുളിപ്പിച്ചത് പാടന്റെ ഒരു സ്ഥലം പറയും. ഇന്നൊരു കുടിക്കലൊക്കെ കഴിഞ്ഞ് നല്ല വസ്ത്രം അത്ര പൂശിക്കാത്ത പെണ്ണുങ്ങളോട് പറയാം, എത്ര പൂശിക്കൊണ്ട് ഞാൻ കഞ്ഞി വിളമ്പോ നമ്മൾ രണ്ടാളും കൂടി ഒപ്പം കഞ്ഞി കുടിക്കുക. ഒരു കൈ കൊണ്ട് മൂപ്പര് ഭാര്യയുടെ വായയിലേക്ക് കഞ്ഞി കൊടുക്കുക, അതേ കൈ കൊണ്ട് 37 ഇങ്ങടും വായയിലേക്ക് കഞ്ഞി കൊടുക്കുക. പിടിച്ച് താങ്ങി എടുത്തിട്ട് വേണം കുളിപ്പിക്കാൻ കൊണ്ടുപോവാൻ. അങ്ങനെ തന്നെ താങ്ങി കൊടുത്തിട്ട് എന്നിട്ട് ഉറങ്ങാൻ കിടക്കുക. ഉറങ്ങാൻ കിടക്കുമ്പോ മുമ്പ് പറയാൻ, നിന്നെ തുടരുതിട്ടോ, എനിക്ക് ഒതുണ്ട്, എന്റെ ഒതും മുടിക്കരുതിട്ടോ. ഭാര്യനോട് പറയാം, ആയിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് തഹജ്ജുദിന് എഴുന്നേൽക്കുക. തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് എനിക്ക് ഒതു കൊടുക്കണമെന്ന് പറയാം. ഒതുവിന് വെള്ളം കൊണ്ടുവരിക, ഒഴിച്ചു കൊടുക്കുക, ഒതു കുപ്പിച്ചു കൊടുക്കുക. എനിക്ക് എഴുന്നേൽക്കണം എന്ന് പറയാം. എനിക്ക് എഴുന്നേൽക്കാൻ വയ്യല്ലോ, നമ്മളെന്തിനാ എഴുന്നേൽക്കണം? എനിക്ക് നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. എനിക്ക് അങ്ങനെ കിടന്ന് നിസ്കരിച്ചോളി. അല്ല, എനിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കണം. പൊക്കി എഴുന്നേൽപ്പിച്ചിരുത്തി ഇരുന്ന് നിസ്കരിച്ചോളി. പറ്റില്ല. എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി ശ്രമിക്കാൻ പറ്റുന്നില്ല. കരയാ. റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന് കഥല്ല, ഞാൻ കണ്ട മഹാന്റെ കഥയാണ്. നമ്മളെ കാലത്ത് ജീവിച്ച മഹാൻ. എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, കരയാ. ചെറിയ കുട്ടിനെ പോലെ കരയാ. എനിക്ക് എണീറ്റ് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഭാര്യനോട് പറയാം, കിണറ്റിന്ന് വെള്ളം മുക്കണം കയറ് അഴിച്ചോട്ടെ. കിണറ്റിന്ന് വെള്ളം മുക്കാൻ, വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന പാട്ട കെട്ടിയ കയറില്ലേ, ആ കയറിന് അഴിച്ചോട്ടെ. കയറച്ചു. ഓടിട്ട വീടാ. അത് കൗക്കൂരുമ്പോ ആ കയറിടാൻ പറഞ്ഞു. കൗക്കൂരുമ്പോ കയറിട്. മൊബൈൽ കിടക്കണ മൊബൈലെ കൗക്കൂരുമ്പോ കയറിടാൻ പറഞ്ഞു. എന്നിട്ട് ആ കയറുമ്പോ തൂങ്ങിയിട്ട്, ആ തൂങ്ങിക്കിടക്കണ കയറുമ്പോ തൂങ്ങിയിട്ട് മുമ്പിൽ എങ്ങനെയൊക്കെ പിടിച്ചെടുത്തിട്ട് ഇങ്ങനെ വളഞ്ഞിങ്ങനെ നിൽക്കുക. ഒരു കൈയോണ്ട് കയറും പിടിച്ചിട്ട് മറ്റേ കൈയോണ്ട് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കാരം, അവസാനത്തെ നിസ്കാരം. എന്തിനാണ് ഇങ്ങനെ അങ്ങനെ വന്നത്? എനിക്ക് ഇരുന്ന് നിസ്കരിച്ചൂടെ, നിങ്ങൾക്ക് കിടന്ന് നിസ്കരിച്ചൂടെ?
അപ്പൊ പെണ്ണുങ്ങളോട് പറയാം, നിന്ന് നിസ്കരിച്ച് കാലം നീര് വന്നിട്ടും ഇരുന്നില്ലല്ലോ മുത്തുനബി. ആ മുത്തുനബിന്റെ അടുത്തേക്ക് പോവാണ് ഞാൻ. ഇന്നതാ വിളിക്കാൻ വന്നങ്ങളെ മുത്തുനബി, ഞാൻ അങ്ങോട്ട് പോവാണ്. ഞാൻ ഇരുന്ന് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സ്വീകരിക്കോ? അതിനാണ് ഞാൻ എന്റെ അവസാന നിസ്കാരവും നിന്ന് നിസ്കരിക്കണം. സുബഹിന്റെ മുന്നേ മഹാനീരംഗത്തോടെ വിടവാൻ ഫാക്കാൻ. ചോദ്യം, നമ്മൾ കണ്ട മഹാന്മാർ ഇങ്ങനെ നിസ്കരിച്ചു ഇടങ്ങായി കഷ്ടപ്പെട്ട് എങ്ങനെങ്കിലും ഒത്തിപ്പിടിച്ച് നിന്ന് നിസ്കരിച്ചു. നമുക്ക് എല്ലാ സുഖം സൗകര്യം ഉണ്ടായിട്ടും നമ്മൾ കസാലിരിക്കാൻ സൗകര്യത്തിലേക്ക്. അപ്പോ ഒരു വിധത്തിൽ അള്ളാഹു അവസാനത്തെ വഖത്ത് നിസ്കാരവും നേരം പോലെ നെറ്റി നിലത്ത് വെച്ച് സുജൂദ് ചെയ്ത് നിസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ കസാലയിൽ നിസ്കരിക്കുന്ന പണ്ടത്തെ കാലത്തൊക്കെ പഴയ ആളുകൾക്കൊക്കെ നല്ല നിസ്കാരത്തായ്പ് ഉണ്ടായിരുന്നു. ഇന്ന് നിസ്കാരത്തായ്പ് ഇല്ലല്ലോ. സുജൂദിന് നെറ്റി വെക്കണ്ടേ? പണ്ടത്തെ ആൾക്കാർ കാലിന്റെ മുട്ടുമലൊക്കെ ഭയങ്കര തഴപ്പായിരുന്നു സുജൂദിൽ കാല് വെച്ചിട്ട്. ഇന്നതൊന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ ഈ ജാതി സ്പോഞ്ച് പോലത്തെ കാർപ്പറ്റ് അല്ലേ, എങ്ങനെ തഴമ്പ് വരാനാ? തഴമ്പ് വരില്ല. പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും വരച്ചുണ്ടാക്കണം തഴമ്പ്. അങ്ങനെ പലരും ഉണ്ടാവും. അല്ലല്ലോ, നിസ്കരിച്ച് തഴമ്പ് വരണ്ടേ? കാലിന്റെ മുട്ടുമ്പോ തഴമ്പ് വരണ്ടേ? നെറ്റത്ത് തഴമ്പ് വരണ്ടേ? അത് നാളെ മഴസഭയിലെ ലൈറ്റ് ആണെന്ന്. ആ തഴമ്പുമെന്ന് ഇങ്ങനെ ലൈറ്റ് അടിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മളെ നിസ്കാരമൊക്കെ പൂർവീകരെ നിസ്കരിച്ചിട്ട് എങ്ങനെയിരുന്ന് എന്ന ഓർമ്മയോടൊക്കെ നമ്മൾ നിസ്കരിക്കും.